സൈന്യവും സൈനികരും മോദിയുടെ കാൽക്കീഴിലാണ്. വിവാദ പ്രസ്താവനയുമായി മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി രംഗത്ത്. പ്രസ്താവന വിവാദമായതോടെ തന്നെ താൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ചതാണ് എന്നും താൻ മറ്റൊരർത്ഥത്തിലുമല്ല പറഞ്ഞതെന്നുമാണ് ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. രാജ്യത്തെ സേനയും സൈനികരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽക്കീഴിൽ വണങ്ങി നിൽക്കുന്നവരാണ് എന്നാണ് മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രിയായ ജഗദീഷ് ദേവ്ഡ പറഞ്ഞത്. സിവിൽ ഡിഫൻസിൽ പരിശീലനത്തിനെത്തിയ വോളണ്ടിയർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഈ ഒരു വിവാദ പരാമർശം നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും പരാമർശിച്ച് സംസാരിക്കുന്നതിനിടെ സൈന്യം പ്രധാനമന്ത്രിയുടെ കാലുകളിൽ നമസ്കരിക്കുകയാണ് എന്ന് സദസ്സിനോടായി പറയുകയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം പ്രശംസനീയമാണ്. അദ്ദേഹത്തോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. രാജ്യവും സൈന്യവും സൈനികരും അദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ തലകുമ്പിട്ട് നിൽക്കുന്നു. രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിക്കുന്നു. അദ്ദേഹം പ്രസംഗത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: കേണൽ സോഫിയ ഖുറേഷിയെ അപമാനിച്ച് BJP മന്ത്രി വിജയ് ഷാ നടത്തിയ പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് സൈന്യത്തെ ഒന്നടങ്കം അപമാനിച്ചുകൊണ്ട് മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നതും. അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി നടത്തിയ വില കുറഞ്ഞതും നാണം കെട്ടതുമായ പ്രസ്താവനയാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും. ഇത് തിരുത്തണമെന്നും ഉപമുഖ്യമന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം തന്നെ സംഭവം വലിയ തോതിൽ വിവാദമായതോടെ തന്നെ താൻ പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് പറഞ്ഞ് ഉപമുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരികയായിരുന്നു. രാജ്യം മുഴുവൻ സൈന്യത്തിന് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കുന്നു. താൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് പറഞ്ഞതെന്നാണ്. തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം മറ്റൊരു വിവാദ പ്രസ്താവനയുമായി കോൺഗ്രസ് നേതാവടക്കം രംഗത്ത് വന്നിരുന്നു. കർണാടക കോൺഗ്രസ് MLA പരാമർശം ഇങ്ങനെയാണ്: ഒന്നും നടന്നിട്ടില്ല, ഷോ ഓഫ് കാണിക്കാൻ 4 വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു. പഹൽഗാമിൽ കൊല്ലപ്പെട്ട 26 മനുഷ്യർക്ക് പകരമാകുമോ അത് എന്നാണ് ചോദിക്കുന്നത്. കൊല്ലപ്പെട്ട വിധവകൾക്ക് ഇങ്ങനെയാണോ പരിഹാരം നൽകുക? ഇതാണോ അവരോട് ബഹുമാനം കാണിക്കേണ്ട രീതി? പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾ എവിടെയെന്നും ഓപ്പറേഷനിൽ 100 തീവ്രവാദികളെ കൊലപ്പെടുത്തിയെന്ന് സർക്കാരിന് സ്ഥിരീകരിക്കാനായോ എന്നും നുഴഞ്ഞു കയറി വന്ന് ആക്രമണം നടത്തിയത് ഭീകരരാണോ എന്നും എന്തുകൊണ്ട് അതിർത്തിയിൽ സുരക്ഷയില്ലായിരുന്നു എന്നും എങ്ങനെയാണ് തീവ്രവാദികൾ രക്ഷപ്പെട്ടതെന്നും അടക്കം കുറേയധികം ചോദ്യങ്ങളാണ് കോൺഗ്രസ് MLA ചോദിക്കുന്നത്. നമ്മൾ തീവ്രവാദത്തിന്റെ അടിവേരടക്കം പിഴുതെറിഞ്ഞ് അവരെ ഇല്ലാതാക്കണമെന്നും പഹൽഗാമിലേത് ഇന്റലിജൻസ് പരാജയമായിരുന്നുവെന്നും പാകിസ്ഥാനിലെ ഏത് ഭീകരവാദ ക്യാമ്പുകളാണ് ഇന്ത്യ തകർത്തതെന്നും പല ചാനലുകളും പലതാണ് പറയുന്നതെന്നും MLA പറയുന്നു. ആരൊക്കെയാണ് മരിച്ചത്? ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം എവിടെയെന്നും എല്ലാത്തരം യുദ്ധത്തിനും ഞാൻ എതിരാണ്, ഇങ്ങനെയല്ല പരിഹാരം കാണിക്കേണ്ടതെന്നാണ് കോൺഗ്രസ് MLA വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.